ഇന്ദ്രജാലം പെയ്തുറങ്ങുന്ന സൂപ്പർ ലീഗ് കേരള സീസൺ 2-ലെ 25ാമത്തെ മത്സരത്തിലേക്ക് ഫുട്ബോൾ മലയാളത്തെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സൂപ്പർ ലീഗ് സീസൺ 2-ലെ 25ാമത്തെ ആവേശകരമായ മത്സരം ഫോർസ കൊച്ചി വേഴ്സസ് തൃശൂർ മാജിക് FC. സൂപ്പർ ലീഗ് കേരളയിലെ ആവേശകരമായ 25ാമത്തെ മത്സരത്തിനാണ് ഇവിടെ കിക്ക് ഓഫീസിൽ വരുന്നത്. ഫോർസ കൊച്ചിയുടെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. കമന്ററി ബോക്സിൽ ഞാൻ മുഹമ്മദ് അഞ്ചൽ DK, എന്നോടൊപ്പം എക്സ്പേർട്ട് കമന്റേറ്റർ ബിനീഷ് കിരൺ. ഫൈസൽ അലി ഒരു ക്രോസ് നൽകുന്നു ആൻഡ് പുറത്തേക്ക് പോകുന്നത് കാണാം. കൃത്യമായ ബോളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അത് തട്ടി അകറ്റുന്ന ഒരു കാഴ്ചയും കണ്ടു. ആദ്യ മുന്നേറ്റം തൃശ്ശൂരിൽ നിന്ന്. ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട് എടുക്കാനുള്ള ശ്രമം. ഫ്രാൻസിസിന്റെ ഒരു ഇടകാലം ഷോട്ടാണ്. അവിടുന്ന് ടാർഗറ്റിലേക്ക് എത്തിക്കുക അത്ര എളുപ്പമുള്ളതല്ല. ഗിഫ്റ്റിയുടെ ഡയഗണൽ ബോൾ നിജോ ഗിൽബർട്ടിലേക്ക്. ലെഫ്റ്റ് വിംഗിൽ ഗിൽബർട്ട് ഇൻസൈഡ് ബോക്സിലേക്ക് വരുന്നു. ഒരു സൂപ്പർ ഷോട്ട് എടുക്കാനുള്ള ശ്രമം. കൃത്യമായി കമാലുദ്ദീൻ ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുന്നത് കാണാം. വീണ്ടും ഇൻസൈഡ് ബോക്സിലേക്ക് നല്ലൊരു ബോൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ. വിലപ്പറമ്പിൽ പൂത്തിരി കത്തിച്ചുകൊണ്ട് തൃശ്ശൂർ മാജിക് ഗോള് നേടിയിരിക്കുകയാണ്. തൃശ്ശൂർ മാജിക്കും കെവിൻ്റെ ആ മുന്നേറ്റം. വാൾ പാസ് കളിക്കുന്നു. നോ ലുക്ക് പാസ് ആണ്. നോ ലുക്ക് പാസിലൂടെയാണ് ആ ബോൾ തിരിച്ചു നിൽക്കുന്നത്. ഇവാൻ മാർക്കോവിച്ച് വാട്ട് എ ഫിനിഷിങ്. ഇവാൻ ലെഫ്റ്റ് വിംഗിൽ. ഇവാന്റെ മുന്നേറാണ് ശ്രമം. ഇവാൻ്റെ ആ എഫേർട്ടാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. ഇവാൻ എവിടെ വന്നിട്ടാണ് ആ ബോൾ സ്വീകരിക്കുന്നത് നമുക്കറിയാം. ഇവാനാണ് സ്ട്രൈക്കറായിട്ടുള്ളത്. ആദ്യ യെല്ലോ കാർഡ് വരുന്നു. വീണ്ടും ഇൻസൈഡ് ബോക്സിലേക്ക് ഒരു ക്രോസ് വരുന്നു. അവിടെ പ്ലെയറിന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഹെഡ് ടച്ച് ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. റാഷിദിൻ്റെ ഒരു ഹീൽ പാസ് കണ്ടിരുന്നു. ആ ഹീൽ പാസ് നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് കൗണ്ടർ അറ്റാക്ക് കണ്ടത്. വിപിൻ ഡേഞ്ചറാണ്. വിപിൻ ഒരു യെല്ലോ കാർഡ് വിപിനെ തേടി വരാൻ സാധ്യതയുണ്ട്. യെസ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി അതൊരു യെല്ലോ കാർഡ് തന്നെയാണ്. നിജോ ഗിൽബർട്ടിന്റെ ഫ്രീ കിക്ക് വരുന്നു. വീണ്ടും ഒരു പഞ്ച് ഔട്ട്. കമാലുദ്ദീൻ ഗോൾ കീപ്പർ. നിജോ ഗിൽബർട്ട് സ്ട്രെയിറ്റ് ഗോൾ കീപ്പറെ പരീക്ഷിക്കുകയായിരുന്നു. അല്പം കൂടി പവർ ലഭിക്കുകയായിരുന്നെങ്കിൽ അത് സെക്കൻഡ് പോസ്റ്റിലേക്ക് താഴ്ന്ന് ഇറങ്ങിയേനെ. പക്ഷേ ഇതൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ്. നക്കിൾ ഷോട്ടിനും കൂടിയാണ് നിജോ ശ്രമിച്ചത്. മാർക്കിനൊരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം, പക്ഷേ പുറത്തേക്ക് പോകുന്നു. യെസ്, 2 ഫ്രീ കിക്ക്, ഒരു കോർണർ, ഇതാ ഇപ്പം മറ്റൊരു കോർണർ. നിജോ ഗിൽബർട്ടിന്റെ കോർണർ വരുന്നു. വീണ്ടും ഒരു ഹെഡർ ക്ലിയറൻസ്. ബിപിനാണ് ആ ബോൾ ഹെഡർ ക്ലിയർ ചെയ്തത്. തൃശ്ശൂർ മാജിക് FC ഡിഫൻസീവ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ കെവിൻ പടില്ലയുടെ കാലിൽ നിന്ന് വന്ന ഒരു ഗോളിന്റെ ലീഡിൽ തൃശ്ശൂർ മാജിക് FC മുന്നിട്ട് നിൽക്കുന്നു. രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ആദ്യ പകുതിയിലെ കളിത്തട്ടകം സ്വന്തമാക്കിക്കൊണ്ട് തൃശ്ശൂർ മാജിക് FC. സ്റ്റിൽ തൃശ്ശൂർ മാജിക് FC 1, ഫോർസ കൊച്ചി FC 0. രണ്ടാം പകുതിക്ക് തുടക്കം കുറിക്കുകയാണ്. മാച്ച് ഫോർസ കൊച്ചി വേഴ്സസ് തൃശ്ശൂർ മാജിക് FC. സ്റ്റിൽ തൃശ്ശൂർ മാജിക് FC 1 ആൻഡ് ഫോർസ കൊച്ചി FC 0. ലെനിയുടെ ഡയഗണൽ ബോൾ നേരെ ഇവാൻ മാർക്കോവിച്ചിലേക്ക് വരുന്നു. ലെഫ്റ്റ് വിംഗിൽ ഇവാൻ ഇൻസൈഡ് ബോക്സിലേക്ക് കടക്കുന്നു. ഇവാന്റെ ഒരു ക്രോസ്. കൃത്യമായി ആ ബോൾ തട്ടിയെടുത്ത് ക്ലിയർ ചെയ്തെന്ന് കാണാം. മാർക്ക് വർഗസ്. ഇവാൻ പെനാൾട്ടി ഏരിയയുടെ അകത്തേക്ക് കിടക്കുന്നു. കൃത്യമായി ഡിഫൻഡറെയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയി. അതിനുശേഷം ഒരു കട്ട് ബാക്ക് പാസ് നൽകാൻ സാധിക്കുന്നില്ല. ആമോസിന്റെ മുന്നേറ്റം. സ്റ്റിൽ ആമോസ്. ഫോർസ കൊച്ചി FC നല്ലൊരു ത്രൂ ബോൾ നൽകുന്നു. നിജോ ഗിൽബർട്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ലഭിക്കുന്നു. സമനില ഗോൾ കണ്ടെത്തുവാനുള്ള നല്ലൊരു അവസരമാണ് അവിടെ നിജോ ഗിൽബർട്ടിന് ലഭിച്ചത്. ഗിഫ്റ്റി നിജോക്ക് നൽകാൻ ശ്രമം. ഫൗൾ വിസിൽ വരുന്നു. മറ്റൊരു കാർഡ് കൂടെ വരാൻ സാധ്യതയുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് മാർക്ക് വാർഗസ് ഇന്നത്തെ മത്സരത്തിൽ എത്ര ആൾക്കാണ് കാർഡ് വാങ്ങിച്ചു കൊടുക്കുന്നത്. മാർക്ക് വാർഗസ് അറ്റാക്കിംഗ് ഫുൾ ബാക്ക്. അദ്ദേഹത്തിൽ നിന്നും ഫ്രീ കിക്ക് വരുന്നു. 2 പേരേ ഉള്ളൂ. നിജോ ഗിൽബർട്ടിന്റെ ഫ്രീ കിക്ക്. വീണ്ടും ഒരു ഹെഡർ ക്ലിയറൻസ്. What a defensive from Melson Alves, captain Thrissur Magic FC.
അവിടെ മെയിൽസൺ ആൽവസിന്റെ ആ ഒരു ഡിഫൻസീവ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആമോസ് നേരെ മുഷറഫിന് നൽകുന്നു. മുഷറഫിന്റെ ഷോട്ട്, യെസ് ഇറ്റ്സ് എ ചാൻസ്. കൃത്യമായി വീണ്ടും ക്ലിയർ ചെയ്യുന്നു. ദ ഗ്രേറ്റ് ഡിഫൻസീവ് തൃശൂർ മാജിക് FC, മെയിൽസൺ ആൽവസ്. ഡഗ്ലസ് ആണ് മുന്നേറ്റം. യെസ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പക്ഷേ പോസ്റ്റിന്റെ തൊട്ട് സൈഡിൽ കൂടി പുറത്തേക്ക് പോകുന്നത് കാണാം. ബിഗ് ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ നമുക്ക് അവിടെ വിശേഷിപ്പിക്കാം. യെസ്, നേരെ ഇവാനിന് നൽകുന്നു ഇൻസൈഡ് ബോക്സിലേക്ക്. യെസ്, അഫ്സലിന്റെ ഒരു ശ്രമം, നല്ലൊരു അവസരം അഫ്സലിന് അവിടെ ലഭിക്കുന്നു. കൃത്യമായി ജെയ്മി ജോയ് ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കുന്നത് കാണാം. സഡൻലി ബാക്ക് ടു ബാക്ക്. മറ്റൊരു ഇന്ത്യൻ ലെജൻഡാണ് The great player, Indian legend. ചോപ്പളഞ്ചേരി കാണോ ആ കാർഡ്? സാധാരണ അങ്ങനെ കാർഡ് ഒന്നും ലഭിക്കാത്ത ഒരു താരമാണ്. Yes, waiting for that ball. റിജോൺ വീണ്ടും റിജോണിന്റെ മുന്നേറ്റത്തെ തടുക്കുന്നു. And the final whistle വരുന്നു. ആർത്തിരമ്പുന്ന ഗാലറിയെ സാക്ഷി നിർത്തിക്കൊണ്ട് തൃശൂരിന്റെ കാൽപന്ത് പൂരത്തിന്റെ വെടിക്കെട്ടിതാ ഇവിടെ ഉയരുകയാണ്. പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ടീം രണ്ടാമത്തെ ടീമായി മാറുന്നു തൃശൂർ മാജിക് FC. കഴിഞ്ഞ സീസണിൽ വലിയ പരാജയങ്ങൾ നേരിട്ടുകൊണ്ട് ടേബിളിൽ ഏറ്റവും താഴെ പോയ ടീമാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനക്കാരായിട്ട് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ടീമായിട്ട് ഈ സെമി ഫൈനൽ പ്ലേ ഓഫിനെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. തൃശൂർ മാജിക് FC 1 and ഫോർസാ കൊച്ചി FC 0. കളിക്കാർ പുഞ്ചിരിച്ചുകൊണ്ട് കളിക്കളം വിടുന്ന കാഴ്ച